എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സെൽഫ് കെയർ വ്ളോഗാണ്. കുറേ നാളായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിരുന്ന വ്ളോഗ് ഇന്നാണ് എനിക്കതിനൊരു സമയം കിട്ടിയത്. കാരണം ഇന്ന് വലിയ കുക്കിംഗ് പരിപാടികളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ തിരക്കും ഇല്ലാതെ മനസ്സമാധാനമായിട്ട് വ്ളോഗ് ചെയ്യാം. അതുകൊണ്ട് അപ്പം ഞാൻ ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. കാരണം മടിയാണ്, വേറൊന്നുമല്ല. ഹെയർ കെയർ ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ, ഇതുപോലുള്ള ദിവസങ്ങളിൽ എനിക്കൊരു മടി കയറും. ഇതൊന്നും വീഡിയോ എടുത്തില്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും ഒക്കെ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ഒരു മടി കയറി. കാരണം വീഡിയോ എടുക്കാനുള്ള മടി കാരണം ഞാൻ നിർത്തിവെച്ചു. ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു, എനിക്ക് വലിയ കുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എന്തായാലും ഞാൻ മാസങ്ങളായി എൻ്റെ മനസ്സിലുള്ള ഒരു വീഡിയോ ആണ് ഈ സെൽഫ് കെയർ വ്ളോഗ് എന്നുള്ളത്. അപ്പോൾ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെൽഫ് കെയറിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തലയിൽ തന്നെയാണ്, തലമുടിയിൽ തന്നെയാണ്. അപ്പോൾ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ സ്കിൻ കെയറും ഞാൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹെയർ കെയറും ചെയ്യുന്നുണ്ട്. അപ്പം ഹെയർ കെയറിൽ ഫസ്റ്റ് നമുക്ക് തലയിൽ എണ്ണയൊക്കെ തേക്കണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, കാരണം സമയം 9 മണി ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചെയ്ത് തുടങ്ങാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു 11 മണി ഒക്കെ ആകുമ്പോഴത്തേനും വ്ളോഗ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് കുളിക്കണം. കാരണം ആ ഒരു ടൈമിൽ ഇവിടെ കുറച്ച് വെയിലും വെട്ടമൊക്കെ വരും. അപ്പം അത്രയും തണുപ്പ് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്, രാവിലെയും രാത്രിയിലൊക്കെ നല്ല തണുപ്പാണ്. എനിക്കറിയത്തില്ല, എന്നാൽ മഴ അങ്ങനെ വലിയ കാര്യമായിട്ട് വല്ലപ്പോഴും ഒരു മഴ പെയ്യുമെന്നുള്ള, അല്ലാതെ ഇങ്ങനെ മൂടിക്കെട്ടി നിന്നിട്ട് തണുപ്പും. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു പ്രത്യേകിച്ച് 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ആ തണുപ്പൊക്കെ കൂടെയാണ് എനിക്ക് ഈ മടി കയറുന്നത്. ഈ പ്രത്യേകിച്ച് ഈ ഹെയർ കെയർ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര മടി തോന്നുന്നത് ആ ഒരു തണുപ്പും ആ ഒരു കാലാവസ്ഥയൊക്കെ കൂടെ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് തലയിലൊക്കെ എണ്ണ തേക്കാം. തലയിൽ എണ്ണ തേക്കുന്നതിന് മുമ്പ് നമുക്ക് തലയിൽ ആദ്യം കുഞ്ഞുള്ളി തേക്കണം. കുഞ്ഞുള്ളി തേച്ച് നമുക്ക് തലയിൽ താരനോ അങ്ങനെയുള്ള നല്ല ക്ലീൻ ആവും. ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്ന് ആക്ച്വലി എൻ്റെ ഞാൻ എടുക്കുന്ന ഹെയർ പാക്കിലും സബോള ഞാൻ ചേർക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ കുഞ്ഞുള്ളി ഒന്ന് ജസ്റ്റ് തേച്ച് തലയിലൊന്ന് ഇളക്കുന്നുണ്ട്. നല്ലതാണ്, ഞാനത് മിക്കവാറും ചെയ്യുന്ന കാര്യമാണ്. എനിക്കത് ചെയ്ത് കഴിയുമ്പോൾ എനിക്കത് ചെയ്തില്ലെങ്കിൽ ഒരു സംതൃപ്തി കിട്ടത്തില്ല. അപ്പം എണ്ണ തേക്കുന്നതിന് മുമ്പ് ഞാനൊരു കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ഹെയർ കെയർ വീഡിയോയിൽ ഞാനതെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അതൊന്നും കാണിക്കാറില്ല. പിന്നെ നമുക്കതൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് നേരെ തലയിൽ നമുക്ക് കുഞ്ഞുള്ളിയൊക്കെ തേക്കാം. അപ്പം ഞാൻ ഇവിടെ കുഞ്ഞുള്ളി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വകർപ്പിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. കണ്ടോ? അപ്പം നമ്മുടെ ആ താരനും കാര്യങ്ങളൊക്കെ ഇളകും. അപ്പം ഇത് ഫുൾ തലയിലും പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ താരൻ്റെ അതിപ്രസരമുള്ള ഭാഗങ്ങളായിരിക്കും ഇങ്ങനെയുള്ള ഏരിയാസ്. ഈ ഭാഗങ്ങൾ എനിക്ക് കൂടുതലും തലയുടെ ഇവിടെയൊന്നും അധികം താരനൊന്നുമില്ല. എനിക്ക് ഈ ഒരു ഭാഗത്തൊക്കെയാണ് കൂടുതലും ആ ഒരു താരൻ അല്ലെങ്കിൽ ആ ഒരു വെള്ളപ്പൊടി വരുന്ന ഈ ഒരു ഏരിയയിലാണ്. തലയുടെ ബാക്കിലൊന്നും അങ്ങനെയില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, വലുതായിട്ടില്ല. ഈ ഒരു ഭാഗത്താണ് ഇപ്പോഴും നല്ലപോലെ കാണുന്നത്. നെറ്റിയുടെ ഈ ഭാഗത്ത് ഒക്കെ തേക്കണം. ഇനി നമുക്ക് അതൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി എണ്ണ തേക്കാം. അപ്പോൾ എണ്ണ തേക്കുന്നതിന് മുമ്പ് ഞാൻ മൈക്ക് ഊരി വെക്കുകയാണ്. കാരണം ഈ മൈക്ക് വീണ് കഴിഞ്ഞാൽ ഞാൻ ഈയിടെ മേടിച്ച മൈക്കാണ്, അതുകൊണ്ട്. അപ്പോൾ തലയിൽ എണ്ണ തേക്കുമ്പോഴത്തേനും തലയോട്ടിയിൽ നല്ലപോലെ തേച്ച് മസാജ് ചെയ്യണം. പിന്നെ തലമുടിയിലും മുടിയുടെ അറ്റത്തും തേക്കണം. മുടിയുടെ അറ്റത്ത് എന്തായാലും എണ്ണ തേക്കണം. മുടിയിലും ഒരു മീഡിയം രീതിയിലൊക്കെ തേക്കണം. പിന്നെ ഇങ്ങനെ കുനിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് തലമുടിക്ക്. തലയിൽ എണ്ണയൊക്കെ തേക്കുമ്പോൾ ഇങ്ങനെ തലമുടി കുനിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ
തലമുടി വളരാൻ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ തലയിൽ എണ്ണയൊക്കെ തേച്ച് വെച്ചു. ഒരു അരമുക്കാൽ മണിക്കൂർ കൂടുതൽ ആക്ച്വലി തലയിൽ എണ്ണ തേച്ച് വെക്കില്ല. ഞാൻ അത്ര നേരെ വെക്കാറുള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കാത്ത ദിവസങ്ങളിൽ ഞാൻ ഒരു അരമുക്കാൽ മണിക്കൂർ കൂടുതൽ ഞാൻ വെക്കത്തില്ല. ഇപ്പം എനിക്കറിയത്തില്ല, ഇനിയിപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് നേരം കൂടി ഇരിക്കുമായിരിക്കും. എന്താ പറയുന്നത്, എനിക്ക് പണ്ടൊന്നും അത്രയും കുഴപ്പമില്ലായിരുന്നു, നേർവീഴ്ച പ്രശ്നമൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഈ നമ്മൾ കോളേജിലും സ്കൂളിലൊന്നും പഠിക്കുന്ന സമയത്ത് എണ്ണ തേച്ച് എത്ര നേരം ഇരുന്നാലും. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇച്ചിരി നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അതെനിക്കൊന്ന് ക്ലൈമറ്റും കൂടെ ബന്ധപ്പെട്ട കാര്യമാണോന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പം അതങ്ങ് ഒന്നും വരത്തില്ല, ചിലപ്പം നീർവീഴ്ച വരാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ റിസ്ക് എടുക്കാതിരിക്കാൻ നോക്കും. അതുകൊണ്ട് വേഗം ഈ പരിപാടി തീർക്കണം, ഈ തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞുള്ള പരിപാടി. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, നമ്മുടെ പിരിയും കൺപീലിയും ഒക്കെ ഇങ്ങനെ നല്ലതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റർ ഓയിൽ തേക്കുന്നത് നല്ലതാണ്. ആക്ച്വലി ഇത് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ കാസ്റ്റർ ഓയിൽ പുരട്ടി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരികത്തിനും കൺപീലിക്കും ഒക്കെ നല്ലതാണ്, കണ്ണിനും നല്ലതാണ്, നമുക്ക് ഉറക്കം പെട്ടെന്നൊക്കെ കിട്ടും. പക്ഷെ ഞാൻ ഈ കാര്യം ചെയ്യാൻ മറന്നു പോകും. കൊച്ചിലെ എനിക്ക് അമ്മ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ മിക്കവാറും ചെയ്യുമായിരുന്നു. പക്ഷേ പിന്നെ ഞാനതങ്ങ് മറന്നു പോകും. അപ്പം ഞാനെന്ത് ചെയ്യും, ഇതുപോലെ കുളിക്കുന്നതിന് മുമ്പാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. കുളിക്കുന്നതിന് ഇപ്പം തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാസ്റ്റർ ഓയിൽ ഇങ്ങനെ പിരികത്തിലും കണ്ണിൻ്റെ പീലിയിലുമൊക്കെ തേച്ചിട്ട് അങ്ങ് കുളിക്കും. അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഇത് രാത്രി ഇപ്പം ചിലർക്ക് പിരികത്തിനും കൺപീലി പൊഴിഞ്ഞു പോവുക, പിരികം പൊഴിഞ്ഞു പോവുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഇല്ലേ. അങ്ങനെ ഉള്ളവരെല്ലാ ദിവസവും രാത്രിയിൽ കാസ്റ്റർ ഓയിൽ ഇതുപോലെ തേച്ചിട്ട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല, പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് തലമുടിയെക്കാട്ടിലും കൂടുതൽ എഫക്റ്റീവായിട്ട് എപ്പോഴും പിരികത്തിനും കൺപീലിക്കുമാണ് ഈ കാസ്റ്റർ ഓയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. തലമുടിക്കും നല്ലതാണ്, തലമുടി വളരാൻ നല്ലതാണ്. പക്ഷേ പിരികവും കൺപീലിയും നല്ലതായിട്ട് ഇരിക്കും. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പിരികം ത്രെഡ് ചെയ്യാറില്ല. എനിക്കിതുവരെ, ഞാൻ ആദ്യമായിട്ട് ത്രെഡ് ചെയ്യുന്നത് എൻ്റെ കല്യാണത്തിനാണ്. കല്യാണത്തിന് ആദ്യമായിട്ട് അവരോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു. കാരണം എൻ്റെ പിരികം വലിയ രീതിയിൽ ത്രെഡ് ചെയ്യേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ പിരികത്ത് അങ്ങനൊരു രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കെപ്പോഴും എനിക്ക് ഭയങ്കര ഷേപ്പിലിരിക്കുന്നതിലും ഈ ഒരു രീതിയിൽ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒത്തിരി അങ്ങ് സ്ക്വയർ ഇങ്ങനെ അളന്ന് മുറിച്ചിരിക്കുന്നതിലും എനിക്ക് ഈ ഒരു രീതിയിൽ, അതുകൊണ്ട് ഞാൻ പിരിയം ത്രെഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കല്യാണത്തിന് ആണ് ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് എൻ്റെ പിരിയം ത്രെഡ് ചെയ്യുന്ന എന്നെ ഒരുക്കിയ ആ ചേച്ചിയാണ്. ആ ചേച്ചിയാണ് എൻ്റെ പിരിയം ആദ്യമായിട്ടും അവസാനമായിട്ടും ത്രെഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. അതും ഞാൻ ആ ചേച്ചിയുടെ കാല് പിടിച്ച് പറഞ്ഞു കുളവാക്കില്ല. പിന്നെ എൻ്റെ പിരികം ത്രെഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒന്ന് ത്രെഡ് ചെയ്താൽ പിന്നെ ഞാൻ കേട്ടിരിക്കുന്നത് പിന്നെ ആ ഒരു ത്രെഡ് ചെയ്ത് വരണമെന്ന് ആണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് ത്രെഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല, ആ രീതി ചെയ്യണം. അതായത് ആ ചേച്ചി വളരെ ക്ലീനായിട്ട് ത്രെഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള മീൻസ് വളരെ നന്നായിട്ട് പുള്ളിക്കാരി ചെയ്തു തന്നു. പിന്നെ എന്നിട്ടും എനിക്ക് ത്രെഡ് ചെയ്യേണ്ട ആവശ്യം ചിലപ്പം കാണുന്ന നിങ്ങൾക്ക് തോന്നുമായിരിക്കും അവിടെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അധികം പിരികം എന്താ പറയുക, ആ ഒരു ഇങ്ങനെ അളന്ന് മുറിച്ച പോലെ വെക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം, കുറച്ചൊക്കെ നമ്മുടെ ഒരു നാച്ചുറൽ രീതിയിലിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ എന്താ പറയുന്നത്, അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ആകെപ്പാടെ ചെയ്യുന്ന പിരികത്തിൽ ഇതാണ്. ഇതും ഞാനിപ്പം പണ്ടൊക്കെ ഞാൻ സ്ഥിരമായി ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ
എന്താ പറയുക, കുളിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യും. ഈ തലയിൽ എണ്ണ തേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ എടുത്ത് പിരിയത്തിലും കണ്ണിലും ഒക്കെ അങ്ങ് തേക്കും. അപ്പോൾ കുറച്ച് നേരം അതിരിക്കും. അപ്പം പക്ഷേ ഡെയിലി ഇപ്പം പറഞ്ഞാൽ പിരിയം പൊഴിയുക, കൺപീലി പൊഴിയുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പിരിയം പൊഴിഞ്ഞു പോയല്ലോ തോന്നുക, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ തോന്നുന്നവർ ഡെയിലി രാത്രിയിൽ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തോന്നുന്നു. എനിക്ക് കാസ്റ്റർ ഓയിൽ ഏറ്റവും നല്ലത്, ഇങ്ങനെ ഹെയർ വളരാനാണ് നല്ലത്. കൂടുതലും കൺപീലി, പിരിക്കം, തലമുടി ഇതിനൊക്കെ നല്ലതാണ്. അപ്പം അതിങ്ങനെ അങ്ങ് തേച്ചിട്ട് രാത്രി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എണീക്കുക. രാവിലെ നമുക്ക് ഉറക്കവും നല്ലപോലെ കിട്ടുമെന്നാണ് പറയുന്നത് കാസ്റ്റർ ഓയിൽ കണ്ണിലിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ അലർജി ഉള്ളവരൊന്നും ചാടിക്കയറി ചെയ്യല്ലേ, അതൊക്കെ നോക്കിയാണ് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു ഇതാണ് പറയുന്നത്. എല്ലാവർക്കും ഒക്കെ ഇത് പിടിക്കണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പിടിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. കാസ്റ്റർ ഓയിൽ നല്ലതാണെന്നാണ് പറയുന്നത്. എനിക്കൊരു കുഴപ്പം വന്നിട്ടില്ല. ശ്രീഹരി ഇടയ്ക്കിടയ്ക്ക് തേക്കും. ശ്രീഹരിക്കും പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല. കാസ്റ്റർ ഓയിൽ എടുത്ത് കണ്ണിലും പിരിയത്തിലും ഒക്കെ തേക്കും. എന്താ പറയുന്നത്, താടിയിലും അവിടെ ഇവിടെയൊക്കെ. അപ്പം ഇതുവരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇനിയും അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം. അപ്പം അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് നോക്കുക. പറഞ്ഞു പറഞ്ഞ് താമസിക്കുന്നു. ഇനി ഞാൻ വേഗം പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. സ്കിൻ കെയറിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ മുഖത്ത് പിടിക്കുന്ന എനിക്ക് കുറച്ച് എന്താ പറയുന്ന സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളിലേ ഉള്ളൂ. അതിലൊന്നാണ് കാപ്പിപ്പൊടി. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതാണ്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. ഞാൻ നേരത്തെ എന്താ പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അമ്മ ഇങ്ങനെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് വെച്ചിരിക്കും. അപ്പോൾ അതും തൈരും കൂടെ മിക്സ് ചെയ്ത്, തൈര് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പ്രശ്നമാണ്. പാൽപ്പാട അതൊക്കെ എനിക്ക് പ്രശ്നമാണ്. തൈര് എനിക്ക് കുഴപ്പമില്ല. അപ്പം അതും തൈരും കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നത് എന്താ പറയുന്നത് എൻ്റെ മുഖത്ത് പിടിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഈ കാപ്പിപ്പൊടി ആക്ച്വലി ഇതൊരു സ്ക്രബാണ്, ഒരു ഫേസ് പാക്കായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. കാപ്പിപ്പൊടിക്കകത്ത് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തിട്ട് അതങ്ങ് കുറച്ച് വെള്ളം കൂടെ ചതച്ച് അതങ്ങ് തേക്കുക. അത് കൂടുതലും ഒരു പഞ്ചസാര ഉള്ളതുകൊണ്ട് സ്ക്രബാണ്. വേണമെങ്കിൽ കുറച്ച് തൈരൊക്കെ ചേർക്കാം, പക്ഷേ എൻ്റെ കയ്യിലിപ്പം തൈരില്ല. അപ്പം ഇത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറ്റുന്നത്. എനിക്ക് ഈ മഞ്ഞൾ, പാൽപ്പാട, പിന്നെ എനിക്കൊന്ന് തക്കാളിയും എനിക്ക് അധികം പിടിക്കത്തില്ല ചിലപ്പം കുഴപ്പമില്ല. ചിലപ്പം തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ചൊറിയും. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് മുഖം കഴുകി കളയും, അങ്ങനെയൊക്കെ. അപ്പം ഞാനിപ്പം വലിയൊരു എനിക്ക് പരീക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പം ഞാൻ പരീക്ഷിക്കാൻ ഇറങ്ങും. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യുന്നത് ഇത് രണ്ടുമാണ്. ഞാൻ നേരത്തെ ഓറഞ്ചിൻ്റെ തൊലി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ആ ഒരു ഓറഞ്ചിൻ്റെ സീസൺ സമയത്ത് ഞാനിങ്ങനെ ചെയ്യും. ഇപ്പം പക്ഷേ അധികം ഇല്ലല്ലോ. ഞാൻ അത്രയും അമ്മ അത് നല്ലപോലെ സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. സ്റ്റോർ ചെയ്ത് എന്താ പറയുന്നത് മീൻസ് ഞാൻ അങ്ങനെ അത്രയും ഒരു ഇതായിട്ട് അങ്ങോട്ട് തോന്നിയില്ല. അമ്മയുടെ കയ്യിൽ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി എപ്പോഴും കാണും ഓറഞ്ചിൻ്റെ തൊലി. പിന്നെ വീട്ടിലൊക്കെ ആകുമ്പോൾ ഇതുപോലല്ലല്ലോ, വെയിലൊക്കെ അല്ലേ. ആ ഒരു സമയത്ത് നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കി, നല്ലതായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി അതെല്ലാം പൊടിച്ച് വെക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് കുറച്ചൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ അതെടുത്ത് ഇങ്ങനെ വെയിലത്തൊക്കെ വെച്ച് ആ ഒരു സീസൺ സമയത്ത് തേക്കും. ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പം നമുക്ക് കാപ്പിപ്പൊടി അതെനിക്കൊന്ന് എല്ലാവർക്കും അറിയാം. ടാൻ മാറാനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ സ്കിൻ കെയറിനെ അധികം വലിയ വിവരമൊന്നുമില്ല. ടാൻ മാറാനൊക്കെ ഈ കാപ്പിപ്പൊടി ഞാൻ തോന്നുന്നു ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എനിക്ക് ചില സമയത്ത് എനിക്ക് തോന്നും ഈ പറഞ്ഞാൽ ഞാൻ അധികം സ്കിൻ കെയർ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് എനിക്ക് മുതിരാറില്ല. എനിക്ക് ചേരുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. അത് വെച്ചാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അതും ഞാൻ എല്ലാ ആഴ്ചയൊന്നും അങ്ങനെ എൻ്റെ ഹെയർ കെയർ പോലെ ഞാൻ അത്രയും ചെയ്യത്തില്ല. ഞാൻ 2 ആഴ്ച കൂടുമ്പോഴും അങ്ങനെയൊക്കെ ഞാൻ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകും. പിന്നെ സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് മൂന്നും ഞാൻ കുറച്ച് നാളായിട്ട് എന്താ പറയുന്നത് ഞാൻ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന ഈ ഒരു എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത് അതാണ്. ഈ പാക്കുകൾ ഉപയോഗിക്കുന്നതിലും കൂടുതൽ അത് മൂന്നും ഞാൻ
മിക്കവാറും ഞാൻ കുളിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ രാവിലെ മുഖം കഴുകി കഴിഞ്ഞു ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യം മാത്രം ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. ആ ഒരു 3 കാര്യം. അതല്ലാതുള്ള ഫേസ് പാക്കുകൾ ഞാനിപ്പം ഉപയോഗിക്കാറില്ല എന്നല്ല, ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതൊന്നും അങ്ങനെ കാണിക്കാത്തത്. പിന്നെ ഞാനിങ്ങനെ പരീക്ഷിക്കാൻ പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പരീക്ഷിക്കാൻ എനിക്ക് പേടിയാണ്. എനിക്ക് ചില സമയത്ത് ഓരോന്നൊക്കെ കാണുമ്പോൾ ഇതിനകത്തൊക്കെ കാണുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ അതിന് തലയിൽ ഞാൻ എന്താണെന്ന് അറിയത്തില്ല, തലയിൽ ഞാനതെല്ലാം പരീക്ഷിക്കും. പക്ഷെ മുഖത്ത് ഞാൻ അങ്ങനെ പരീക്ഷിക്കാറില്ല. അപ്പം നമുക്ക് ആ കാപ്പിപ്പൊടി പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് വരാം. കുറച്ച് പഞ്ചസാര മതി, കുറച്ച് കാപ്പിപ്പൊടി, കുറച്ച് വെള്ളത്തിൽ രണ്ടും കൂടെ അങ്ങ് ചാലിക്കുക. ഇതിങ്ങനെ ഒരു സ്ക്രബ് പോലാണ്. ഇത് കഴുകി കളയുമ്പം അങ്ങ് ഉരച്ചരച്ചരച്ച് അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. ഇത് ഞാനിപ്പോൾ കുളിക്കാൻ നേരത്തെ കഴുകി കളയുന്നുള്ളൂ. ഇനി ഞാൻ തലയിലും കൂടി ഇട്ടിട്ട് നേരെ കുളിക്കാൻ കയറും. കുളിക്കുമ്പോഴേ ഇത് ഞാൻ കഴുകി കളയാറുള്ളൂ. മയക്കെ വീഴില്ല. ആൾക്കാരെ പേടിപ്പിക്കാം. ഇനി ഞാൻ പോയി നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കി വേഗം ഹെയർ പാക്കും തല തേച്ചിട്ട് കുളിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ഹെയർ പാക്ക്. സിമ്പിളാണ്. ഇത് കുറച്ച് കറിവേപ്പിലയുണ്ട്, കുറച്ച് ചുമന്നുള്ളിയും പോട്ടെ, സബോളയുണ്ട്. ഇത് രണ്ടും കൂടെ അരിച്ചങ്ങ് നമുക്ക് അരിച്ചെടുക്കാം. അതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹെയർ പാക്ക്. ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. ഇനി നമുക്ക് തന്നെയും മുഖം എനിക്ക് ഈ ക്യാമറ കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു വല്ലാതൊന്നും പോട്ടെ. ഞാൻ മയക്കൂരി വെക്കാൻ പോവാണേ, കാരണം ഇത് വെള്ളം വീഴും. അപ്പോൾ ഇനി നമുക്കിത് തലയിലങ്ങ് പുരട്ടിയാൽ മാത്രം മതി. ഞാൻ ആക്ച്വലി കുറച്ച് തൈര് ചേർത്താണ്, ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചിരിക്കുന്നത്. ശരിക്കും ഇത് തൈര് ചേർത്ത് അടിച്ചാൽ നല്ലതാണ്. പക്ഷെ തൈര് എൻ്റെ ഇന്നലെ കൊണ്ട് തീർന്നു പോയി. ഇനി നാളെ മേടിക്കണം തൈരൊക്കെ. അപ്പം എനിക്ക് ഇന്ന് മൂരാച്ചത് ഓൾറെഡി ഇരിപ്പുള്ളതുകൊണ്ട് തൈരിൻ്റെ ഒരു ആവശ്യം വന്നില്ല. ഇതിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നു പോവുകയും ചെയ്തു. അതുകൊണ്ട് തൈരും കൂടെ ചേർത്ത് അടിച്ചാൽ നല്ലതാണ്, എനിക്ക് നല്ലതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചുമ്മാ എടുത്തിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് തലയെ ഓട്ടിയിലാണ് നന്നായിട്ട് തേച്ച് പിടിക്കേണ്ടത്. ഇത് താരനും മുടി വളരാനും മുടി കൊഴിച്ചിലിനും ഒക്കെ ഭയങ്കര നല്ല ഒരു ഹെയർ പാക്കാണ്. ഈ കറിവേപ്പിലയും ഉള്ളിയും ഒക്കെ. ഇത് നമുക്ക് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഞാൻ ഓൾറെഡി കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പറയുന്നില്ല. അപ്പം നമുക്ക് ഈ ഹെയർ പാക്ക് തലയിൽ തേക്കാം. എന്താ പറയുന്നത്, ഒത്തിരി നേരം ഞാൻ വെക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഞാൻ മേല് കഴുകി ഇതൊക്കെ കഴുകി കളയുന്ന ആ സമയം കൊണ്ട് ഞാൻ വെച്ചിട്ട് ഞാനങ്ങ് എന്താ പറയുന്നത്, ഷാമ്പു ഏതെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിച്ച് അങ്ങ് കഴുകി കളയുക. അത്രയേ ഉള്ളൂ കാര്യം. അപ്പം ഞാൻ ഇനി കുളിച്ചിട്ട് വന്നിട്ടൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പം കുളിച്ചിട്ടൊക്കെ വന്നു. ജസ്റ്റ് മുടി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. നല്ലപോലെ പിഴിഞ്ഞ് കളയണം. എന്താ പറയുന്നത്, ഞാൻ ചോറ് വെച്ചതേ ഉള്ളൂ. ചോറ് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഏതെങ്കിലും മൈക്രോ ഫൈബർ ഉപയോഗിക്കുന്നതായിരിക്കും. ഇച്ചിരി മുടിക്കൊക്കെ ലെങ്ത് ഉള്ളവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. കാരണം നല്ലപോലെ വെള്ളം അബ്സോർവ് ചെയ്ത് കളയും. പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഇത് ഞാൻ വെറുതെ ഇട്ടിരിക്കും. ഞാൻ അങ്ങനെ ഇതിട്ട് ഉണക്കാറുമില്ല. അങ്ങ് തന്നെ സാധാരണ പോലെ അങ്ങ് ഉണങ്ങിക്കോളും. ഇനി
ആക്ച്വലി എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത്, ഇപ്പം കുറേ നാളായിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു പാടുണ്ടായിരുന്നേ, ഇവിടെ ഇങ്ങനെ ഇപ്പം പക്ഷെ ഒത്തിരി കുറഞ്ഞു ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു സംഭവം. അതിങ്ങനല്ലായിരുന്നു, അത് കുറച്ച് ഡാർക്കായിരുന്നു. അപ്പം അത് എനിക്കൊന്നൊരു കോവിഡ് കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ആ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ഡാർക്ക് ഒരു പാച്ച് പോലെ ഇങ്ങനെ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇതാണോ എന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ ഒരു പിഗ്മെൻറ്റേഷൻ പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അന്ന് എന്താ പറയുന്നത്, അങ്ങനെ ഒരു പിഗ്മെൻറ്റേഷൻ പോലെ വന്നപ്പം ഞാൻ പല ഈ പറഞ്ഞ പോലുള്ള ആ പിഗ്മെൻറ്റേഷനെ പറ്റി രക്തചന്ദനം ഒക്കെ തേച്ച് നോക്കിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് പിടിച്ചേ ഇല്ല. പക്ഷെ ഞാൻ പിന്നെ ഇങ്ങനെ വൈറ്റമിൻ സി സിറം തേക്കാൻ തുടങ്ങി. അതിൽ പിന്നാണ് അതിങ്ങനെ ഡിമ്മായി വന്നത്. എനിക്കൊന്ന് ഇവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നി, ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ കണ്ടത് അത് നേരിയതായിട്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇങ്ങനെയല്ലായിരുന്നു, അത് ഭയങ്കര ഡാർക്ക് ഒരു എന്താ പറയുന്നത് ഡാർക്ക് കളറായിരുന്നു. അതിങ്ങനെ ഡിമ്മായി വന്നത് ഈ വൈറ്റമിൻ സി സിറം. പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ആദ്യം ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി സിറമാണ് ഉപയോഗിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് പലതിൻ്റെ ഇങ്ങനെ ഞാനിങ്ങനെ യൂസ് ചെയ്യും. എനിക്ക് വൈറ്റമിൻ സി വലിയ കുഴപ്പമില്ല. ഇതിപ്പം ഡോക്ടർ ഷീത്തിൻ്റെ വൈറ്റമിൻ സി ആണ്. അത് വലിയ കുഴപ്പം ഇല്ല, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഞാനിങ്ങനെ ഈ ഒരു ഇതിന് ഞാൻ മെയിനായിട്ടും എൻ്റെ ഈ ആ ഒരു ഡാർക്ക് കളറിലെ ആ ഒരു പിഗ്മെൻറ്റേഷൻ കുറഞ്ഞത് ഇങ്ങനെ വൈറ്റമിൻ സി ഉപയോഗിക്കാൻ, സിറം ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നാണ്. അപ്പം അത് അതാണ് ഞാൻ മെയിനായിട്ടും എൻ്റെ സ്കിൻ കെയർ ഇങ്ങനെയുള്ള പാക്കിലും കൂടി ഈ ഒരു സിറം, പിന്നെ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പണ്ട് സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കത്തില്ലായിരുന്നു കേട്ടോ, ഇപ്പം അതൊക്കെ ഉപയോഗിക്കും. പണ്ട് അതിനെപ്പറ്റിയൊന്നും വലിയ വിവരമില്ലായിരുന്നല്ലോ. എനിക്കൊന്ന് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് കുറച്ചുകൂടെ അതിനെപ്പറ്റിയൊക്കെ വിവരമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ആ കാലത്തൊന്നും അധികം അങ്ങനെ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. ഞാൻ അതെല്ലാം കുറേ വലുതായി കഴിഞ്ഞ് എസ്പെഷ്യലി കല്യാണത്തിന് ശേഷമാണ് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു സമയത്താണ് അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് സിറം ഞാൻ യൂസ് ചെയ്ത് ഇപ്പോഴും ഞാനൊരു 5 കൊല്ലമായിട്ട് എനിക്ക് ആ ഒരു നമ്മുടെ ഒരു കോവിഡ് ലോക്ക്ഡൗൺ ആ ഒരു ടൈമിലാണ് ഇവിടെ ഇങ്ങനെ ഇത് കണ്ടത്. അതെല്ലാം കഴിഞ്ഞ് ഒരു 1.5 കൊല്ലം അത് കഴിഞ്ഞ് ഞാനത് വെച്ചുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്ത് നോക്കി, പക്ഷെ പോയില്ല. പക്ഷെ ഇത് ഉപയോഗിച്ചപ്പോഴാണ് അത് പോയത്. അപ്പം ഇങ്ങനെ ഈ ഒരു വെച്ചാൽ പല ബ്രാൻഡിൻ്റെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് വൈറ്റമിൻ സി. ഞാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ല ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സിയിലാണ്. പിന്നെ പ്ലം, ഡെർമാഡോക്ക് അതിൻ്റെയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ 2 നേരം ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം ഞാൻ 1 നേരം, രാവിലെ മാത്രം, അല്ലെങ്കിൽ എന്നെ കുളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴും മുഖമൊക്കെ കഴുകിയിട്ട് അപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, ഡെയിലി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, ഈ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നത്. അത് എനിക്ക് നല്ല അതിങ്ങനെ ഡിമ്മായി നല്ല മാറ്റം എനിക്ക് വരുത്തി വന്നിട്ടുണ്ട്. എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു ഇതിന് കുറേയൊക്കെ ഡിമ്മായി. ഇപ്പോഴും അവിടെ അങ്ങനെ പൂർണ്ണമായിട്ടും പോയിട്ടൊന്നുമില്ല, കണ്ടോ അവിടെ ഇങ്ങനെ ഉണ്ട്. എന്നാലും ആ കളറിന് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ചില സമയത്ത് ഞാൻ നേരത്തെയൊക്കെ എൻ്റെ പഴയ വീഡിയോസിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെയും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ അധികം അങ്ങനെ കാണുന്നില്ല, ഇങ്ങനെ ഒരു വര പോലെ. അത് തേച്ച് മാറിയതാണോന്നും എനിക്കറിയത്തില്ല. പിന്നെ ഒരു മോയ്സ്ചറൈസർ, അത് ഞാൻ ഇപ്പം ഈ ഡോട്ട് ആൻഡ് കീയുടെയാണ്, വൈറ്റമിൻ സിയുടെ തന്നെ, നല്ല മണമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതാണ് ഞാൻ കുറേ നാളായിട്ടിപ്പം യൂസ് ചെയ്യുന്നത്. ഈ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറാണ്. നേരത്തെ ഞാൻ ഉപയോഗിക്കുന്നത് മറന്നേ പോയി ഏതൊക്കെയാണ്. ഞാൻ ഈ ഡോട്ട് ആൻഡ് കീ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇറങ്ങി ആദ്യം ഞാൻ അവരുടെ ഈ പറഞ്ഞ പോലെ ഇതാ യൂസ് ചെയ്ത് സിറം മാറ്റി കളിച്ച് മോയ്സ്ചറൈസർ അപ്പോൾ തൊട്ട് ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത്. എനിക്കിത് മാറ്റാൻ തോന്നിയിട്ടില്ല. ഇത് നല്ല ഇത്. പിന്നെന്താണ്, പിന്നെ ഇനിയും സൺസ്ക്രീനാണ്.
സൺസ്ക്രീൻ ഇപ്പോൾ പകലായതുകൊണ്ട് ഇത് ആക്ച്വലി ഇവിടെ സൺസ്ക്രീൻ അകത്താണേലും പുറത്താണേലും ഒക്കെ ഇടണമെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ അക്വാലോജിക്ക എനിക്ക് തോന്നുന്നത് ഞാൻ മേടിക്കും. ആദ്യമൊക്കെ ഇതായിരുന്നു, പിന്നെ ഇപ്പോൾ സ്റ്റിക്ക് ഇറങ്ങിയതിന് ശേഷം സ്റ്റിക്കാണ് കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടബിളായിട്ട്. ഇപ്പം എനിക്കൊന്ന് സ്പ്രേയും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു സൺസ്ക്രീനിൻ്റെ, പക്ഷേ സ്റ്റിക്കാണ് എനിക്കിപ്പം ഞാൻ സ്റ്റിക്ക് ഇറങ്ങിയതിന് ശേഷം സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇതിൻ്റെ പിന്നെ വേറൊരു ബ്രാൻഡിൻ്റെ ഞാൻ സ്റ്റിക്ക് യൂസ് ചെയ്യും, കുറച്ചുകൂടെ കംഫർട്ടബിൾ സ്റ്റിക്കാണ്. മറ്റേതെല്ലാം കയ്യിൽ ഇങ്ങനെ എടുത്ത് തേക്കേണ്ടത്. എനിക്ക് ആ കയ്യിൽ അങ്ങനെ അത് വരുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല സൺസ്ക്രീൻ. എടുത്തങ്ങ് തേച്ചാൽ മതി, കൂടുതൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. തീർന്നു, ഇത്രേ ഉള്ളു പരിപാടി. എൻ്റെ ആക്ച്വലി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൗഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരുക്കം തീർന്നു. ഞാൻ ഇപ്പം മറ്റുള്ള കാര്യങ്ങളൊന്നും അധികം ഉപയോഗിക്കാറില്ല മേക്കപ്പ്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ലിപ് ബാം ഇനിയിപ്പോൾ ലിപ് ബാമാണ്. ഇത് ദേഗയുടെ ലിപ് ബാമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യും, അത് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേ ഉള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ് ബാം. ഇതെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ ഇതേ യൂസ് ചെയ്യത്തുള്ളൂ. അതാണ്, വേറൊരു ബ്രാൻഡ് ഞാൻ അതിന് ശേഷം ലിപ് ബാം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ സ്റ്റിക്കും ഈ പറഞ്ഞാൽ ഇതുപോലെ സ്റ്റിക്കും കൂടെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായി. മറ്റേ പെട്ടിക്കകത്തായിരുന്നു, കൈവച്ച് തൂക്കണമായിരുന്നു. ഇത് പക്ഷേ സ്റ്റിക്കായതുകൊണ്ട് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇനിയൊന്നുമില്ല, കണ്ണെഴുതുക, പൊട്ട് തൊടുക. പൊട്ടൊന്നും ഞാനങ്ങനെ വീട്ടിൽ നടക്കുമ്പോൾ കുറേ കണ്ണെഴുതും, തൊടുക്കുമ്പം തൊടാറില്ല. കണ്ണെഴുതി കഴിഞ്ഞു. അപ്പം അത്രേ ഉള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞാണ്ട് നമുക്ക് കുറച്ച് കുങ്കുമം കൂടെ തൊടാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എന്താ പറയുന്നത്, എനിക്ക് ഇങ്ങനത്തെ ദിവസം എനിക്ക് ഇഷ്ടമാണ്. സമയം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇനിയിപ്പം വിശാലമായൊരു ഊണ് അങ്ങോട്ട് കഴിക്കണം. ഇന്ന് മീൻകറിയുണ്ട്, മീൻ വറുത്തുണ്ട്, തോരുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് വിശക്കും. വിശപ്പം എൻ്റെ ഒരു എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വേറെ കുക്കിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിരിക്കണം. ഇതുപോലെ കുക്കിംഗ് നേരത്തെ ഇന്നലെ എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് മീൻകറി മീനിപ്പം വറക്കും. മറ്റേ മീൻ കറി ഞാൻ എന്താ പറയുന്നത്, ഇന്നലെ വെച്ചത് മീൻ മുളകിട്ടത്, ഇന്ന് കേരമീൻ ഇന്നലെ കിട്ടി, അതിൻ്റെ മുളകിട്ടത് ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചു, അപ്പോൾ അത് വറക്കണം. പിന്നെ മോര് കാച്ചിയത്, ബീൻസ് തോരൻ, ബാക്കിയുള്ളത് കൊണ്ട് എന്താ പറയുന്നത്, ഇന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് ലഞ്ചാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ അങ്ങനെ ലഞ്ച് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഒരു നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ലഞ്ചൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനിയും ഞാൻ പോയി മീനൊന്ന് വറുത്തിട്ട് ചോറുണ്ണുക, അത്രേ ഉള്ളൂ പരിപാടി. വേറെ എനിക്കിനിയും എന്താ പറയുന്ന ഹെയർ കെയർ വേറെ ചെയ്യുന്നുണ്ട്. ഇനി ഈ മുടി ഉണങ്ങാൻ, മുടിയിൽ ഞാൻ അങ്ങനെ സിറം സംഭവങ്ങളൊന്നും ഞാനങ്ങനെ തേക്കാറില്ല. ഒത്തിരി പറന്ന് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ മാത്രം ഈ സംഭവം ഇത് ഞാനൊരു ചെറിയ, കാരണം ഞാൻ അധികം ഉപയോഗിക്കാത്തത്, ഇത് ഞാൻ ചെറിയ ഒരെണ്ണമാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഈ ലോറിയലിൻ്റെ എല്ലാവർക്കും അറിയാം, ഇത് നല്ലൊരു സിറമാണ്, ഹെയർ സിറം. അത് ഞാൻ ചെറുതൊരെണ്ണമാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്, കാരണം ഞാൻ അധികം ഉപയോഗിക്കാറില്ല. പ്രത്യേകിച്ച് വീട്ടിലൊന്നും നടക്കുമ്പോൾ ഉപയോഗിക്കില്ല. ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മുടി അങ്ങ് ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുവാണെങ്കിൽ മാത്രം യൂസ് ചെയ്യും. അല്ലാതെ എല്ലാവരും കുളിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ ഇതൊക്കെ തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് നേരെ മിക്കവാറും ഇങ്ങനെ വലുതായിട്ട് ഞാൻ ഒത്തിരി അങ്ങനെ ഡ്രൈ ആക്കാറില്ല ഷാമ്പൂ ഒന്നും തേച്ച്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ ഉടനെ വന്ന്
തേച്ചില്ലെങ്കിലും എനിക്ക് വലിയൊരു കുഴപ്പം പറ്റത്തില്ല. പക്ഷെ ചില ദിവസം അതെനിക്ക് തോന്നുന്നു അറ്റ്മോസ്ഫിയർ, പ്രത്യേകിച്ച് വിൻ്ററിലൊക്കെയാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നത്. ഇപ്പോൾ റെയിനി സീസണിലും അങ്ങനെയുള്ള സമയത്തൊന്നും അത്രയും ഡ്രൈ ആകാറൊന്നുമില്ല തലമുടിയൊന്നും. പിന്നെ ഇനിയും ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സെൽഫ് കെയർ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇനിയും പോയി ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പം ഞാൻ ഇതോടുകൂടി ഞാനങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്.